കൂട്ടുകാരെ, ഞങ്ങൾ ടൂർ പോകുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അതിൽ വീഗാലാൻഡിൽ ചെന്നിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നിടത്താണ് നിർത്തിയത്. അപ്പം നമുക്കിനി ലഞ്ച് കഴിക്കുന്നിടത്തു നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഫുഡ് കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ലഞ്ചും സ്നാക്സുമാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ അവിടെ കൂപ്പൺ കാണിച്ചിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വരും. നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫുഡ് നമുക്ക് വരും കേട്ടോ. ബിരിയാണിയും പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ ഫ്രൈഡ് ചിക്കനുമാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്തത്. ഒരു മനുഷ്യൻ നിങ്ങളെ വിഴുങ്ങി, ഒരു രാക്ഷസന്റെ വായ. അതിന്റെ നാക്കത്. നമുക്ക് അടുത്ത റൈഡിൽ കയറാം. കേറണോടാ? ചീരണം തീവണ്ടിയിൽ കുഞ്ഞൂസിന് കയറണം എന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ ഭയങ്കര ക്യൂ ആയിരുന്നുകൊണ്ട് കയറാൻ പറ്റിയില്ല. ചെല്ലുമ്പോ ആ ഗുഹ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ പോലെ അതിനകത്തോടെ വന്നിട്ട് ഇവിടെ വരാന്ന് ഞാൻ ഭയങ്കര സ്പീഡിലങ്ങ് വന്നിട്ട് വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങ് പോകും. പേടിക്കൊന്നുമില്ല. മൊത്തം ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി. അവക്ക് താറാവിനാണ് ഇഷ്ടമായ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. പോട്ടെ, വണ്ടി പോട്ടെ. ആ പുളു നമുക്ക് ആ പുഴുവിന്റെ സെറ്റപ്പാ. ആ പുഴു ചതൽപ്പുറ്റികളെ പോണ പുഴു ഫാമിലിയായിട്ട് കയറാം. വലിയ സീനില്ല. ഞാൻ കുഞ്ഞിലെ കയറിയിട്ടുണ്ട്. കാലത്തെ വീഗാലാൻഡിൽ വരുമ്പോൾ ബാലരമ കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ മാങ്കോമഡസിൽ പോയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കേവ് ആണ്. അതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ബാലരമക്കാരുമായിട്ടുള്ള കോൺട്രാക്റ്റിന്റെ സമയം കഴിയുമ്പോൾ അവർ വന്നത് പൊളിച്ചു കളയും. പിന്നെ അത് പുതുക്കിയിട്ട് ഇത്ര വർഷത്തോട്ട് ഉപയോഗിക്കുന്നതിന് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചെതൽപ്പുറ്റി കയറാനായിട്ട് വന്നേക്കുവാണ്. കുഞ്ഞൂസ് അമ്മയുടെ അടുത്തിരിക്കാവോ? നീ ചോദിക്കൂല അമ്മയുടെ അടുത്ത്. ഒരു 5 പേർക്ക് കയറാൻ പറ്റുമോ? അയ്യോ, ആ പറ്റില്ല. നമുക്ക് ഒന്നിച്ച് കയറണം. പിന്നെ കപക്കെട്ടുള്ള കാരണം ആച്ചുവിന് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഷെയ്ക്ക് മേടിച്ചു കൊടുത്തു. കുഞ്ഞിക്കിട്ടാ
ആര് വിളിക്കുന്നു? ശരി മതിടാ. അച്ഛന് ചുമയാൻ്റെ ഐസ്ക്രീം ഇല്ലാതെ കുഴപ്പമുണ്ടോ? ചുമയൊക്കെ മാറുമ്പോൾ നമുക്ക് ഇവിടെ ചോക്ലേറ്റ് കറങ്ങുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൂസിന് അത് വേണമെന്ന് പറഞ്ഞു, മറ്റവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞൂസ് ബില്ലടിക്കാൻ വേണ്ടി പോയേക്കുവാണ്. ചേച്ചിയെ നശിപ്പിച്ച് മൂന്നാറിലൊക്കെ കാണുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇല്ലേ, അത് മെൽറ്റ് ചെയ്തിട്ട് 20 രൂപയുടെ ബ്രൗണി ഇല്ലേ, അത് കട്ട് ചെയ്ത് 4 പീസാക്കി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു തരും. അതിനാണ് ഇവർ 50 രൂപ ചാർജ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഇതിൻ്റെ അകത്ത് 20 രൂപയ്ക്ക് മേലുള്ള പ്രോഫിറ്റ് ഉണ്ട്. 25 രൂപ അവർക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ട്. അതിനകത്ത് 4 പീസുള്ളൂ. ഒരു ഫുള്ള് ബ്രൗണി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഫുള്ള് ബ്രൗണി ഉണ്ട്. എന്തായാലും കുഞ്ഞായിക്കും ആച്ചുവിനും അത് കണ്ടിട്ട് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിന്നോളാം. മുങ്ങിയോ? നല്ല പയ്യ. ഞങ്ങൾ ആദ്യം വന്ന് വിലയൊക്കെ ചോദിച്ചിട്ട് ഇതിനൊരു പൈസ ഇല്ല, ഫോൺ കാണാനില്ല. കുഞ്ഞായി ഇത് എവിടെയാ കയറിയിരിക്കണേ? അവിടെ തന്നെ നടക്കണോ? അപ്പൊ ചായ ഞാൻ പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. അന്ന് അകത്ത് പോയി കൊള്ളാവോ? എടാ ചോക്ലേറ്റ് എടാ തിന്നോടാ. ചൂടുണ്ടോ? കഴിച്ചോ? നിന്റെ കഴിച്ചോ? കൊള്ളാവോ? ഒരു ഈർക്കിൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് കുഞ്ഞൂസ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി 2 പീസ് ആച്ചുവിൻ്റെ അതിലോട്ട് കൊടുത്തു. അപ്പോൾ ആച്ചു ഒരെണ്ണം കഴിച്ചു. പിന്നെ കുഞ്ഞായ്ക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞൂസ് തന്നെ മറ്റേ പീസും കൂടെ കഴിച്ചു. കുഞ്ഞായി ചുമ്മാ ചുമ്മാ കരഞ്ഞാലാണ് തലയിൽ ഞരമ്പി വലിയുമ്പോൾ വേദന വരുന്നത്. ചുമ്മാ ചുമ്മാ കരയാൻ പാടില്ല. ഓക്കെ. കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞാണ് കരയണം. ഞാൻ കട്ടൻ കാപ്പി തപ്പി ഇറങ്ങിയതാണ്. അപ്പോഴാണ് പൈനാപ്പിൾ കണ്ടത്. എല്ലാ കഷ്ണവും ഉണ്ടാവും. പൈനാപ്പിൾ മാത്രം. ഒരു പ്ലേറ്റിൽ എത്ര പീസ് ഉണ്ടാവും? 5 പീസ്. 5 പീസ് ആവും മതി. പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ. എനിക്ക് പൈനാപ്പിൾ മാത്രമേ ഇഷ്ടമുള്ളൂ. കുഞ്ഞായി ട്രൈ ചെയ്തോ? ബ്രൗണി മേടിച്ചതിൻ്റെ തൊട്ടപ്പുറത്തെ ടീ സ്റ്റോളിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കി തന്നു കേട്ടോ. അതിന് 35 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കട്ടൻ കാപ്പി കൊണ്ടേ കൊടുത്തപ്പോഴാണ് കുഞ്ഞാക്കുട്ടൻ ഇച്ചിരി നല്ല മൂഡിലായത്. അതിനുശേഷം ഞങ്ങൾ കടലിൽ ഇറങ്ങാൻ വേണ്ടി പോയി. അച്ഛൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണില്ല എന്ന് പറഞ്ഞിരുന്ന ആളെ ഞാൻ ഒത്തിരി നിർബന്ധിപ്പിച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ കുഞ്ഞാക്കുട്ടൻ. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ കടലിൽ സ്പെൻഡ് ചെയ്തു. ഇത് ആർട്ടിഫിഷ്യലി മെയ്ഡായിട്ടുള്ള ഒരു കടലാണ്. ഫോണിൽ വെള്ളം ചേർത്തിക്കില്ല. ഐസ്ലാൻഡിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നതിന് മുന്നേ ഞങ്ങൾ പോപ്കോൺ മേടിച്ചു. ചീസിൻ്റെ ഫ്ലേവറാണ് മേടിച്ചിട്ടുണ്ടായത്. നല്ലതായിരുന്നു കേട്ടോ. അല്ലാണ്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കൊടുത്ത പൈസ മുതലാവും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഞങ്ങൾ ആ വാച്ച് തിരിച്ചു കൊടുത്തു. പിന്നെ ഡ്രസ്സൊക്കെ മാറി നിൽക്കണയാണ് കേട്ടോ ഇത്. അപ്പം നനഞ്ഞ ഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലാണ്. ഞങ്ങൾ അതൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുവാണേ. പിള്ളേർക്ക് നടന്നുകൊണ്ട് തിന്നാൻ ഇഷ്ടമില്ല, എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് തിന്നണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങണം. 6 മണി ആയി കഴിഞ്ഞാൽ നമ്മൾ വീഗാലാൻഡിന് പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ചുറ്റിലുമായിട്ട് ഒത്തിരി കടകളൊക്കെ ഉണ്ട്.
നോക്കി പോണേ. അടച്ചു വെക്കി പിന്നെ തിന്നാ, വണ്ടി കയറുമ്പോ തിന്നാ. കുറച്ചധികം നേരം ഇരുന്ന് തിന്നാലോ. അതിപ്പോ അവിടെ നിന്ന് പോകുന്നില്ലേ, നമ്മളെ വണ്ടി പോവാൻ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും പുതിയ പുതിയ ഓരോ സാധനങ്ങൾ കാണിച്ചിട്ട് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറയുവാണ്. ആളിത് അവിടെ ബോൾ എറിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ടെഡി ബിയറിന് സമ്മാനം കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ എറിഞ്ഞ് ആ ടെഡി ബിയറിന് സമ്മാനം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് കൊതി കുത്തി പോരുവാണേ. ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇതേ ഞങ്ങൾ പിന്നെ മേടിച്ചത് ഒട്ടും മുരിഞ്ഞിട്ടില്ലായിരുന്നാണ് കുഞ്ഞൂസ് പറയണത്. പിന്നെ ആച്ചും കുഞ്ഞായി ഓരോ സൈഡിൽ നിന്ന് ഒരെണ്ണത്തിന് തന്നെ തിന്നോളും. ഞങ്ങൾ പൊയിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഈ കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് മേടിക്കാനായിട്ട് കയറിയേക്കുമായിരുന്നു. അപ്പോൾ അപ്പി ഫിസാണ് കേട്ടോ കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ റൂം എടുക്കാനായിട്ട് പോയി. അപ്പോൾ അർച്ചന ടൂറിസ്റ്റ് ഹോമിലാണ് ചെന്നത്. അവിടെ ഡ്യൂലക്സ് റൂം കിട്ടി. ഞങ്ങൾ അറിയണവരാണ്. അപ്പോൾ ഡ്യൂലക്സ് റൂമിന് ഞങ്ങൾക്ക് 1000 രൂപയാണ് ആയുള്ളൂ. ശരിക്കും ഇത് 1200 രൂപയ്ക്ക് മേളിൽ ചാർജ് ചെയ്യുന്ന റൂമാണ്. ഈ ഇവിടുത്തെ ഒരു അർച്ചന ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ഹോമാണ്. ഇതിൻ്റെ ഓണറിനെ ഞങ്ങൾ അറിയണയാണ് കേട്ടോ. ഇവിടുത്തെ ഹേസിയും കാര്യങ്ങളും ഒക്കെ പിള്ളേരുടെ അച്ഛനാണ് സ്ഥിരമായിട്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ചോറ്റാനിക്കര ടെമ്പിള്. വേണ്ട, ഇവിടെ നിന്നാ മതി. അച്ഛൻ ഇപ്പോൾ വരും. ബിസ്ക്കറ്റ് എടുക്കാൻ പോയതാ. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ടീഷർട്ട് ഒക്കെ ഇട്ടേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സൊന്നും ഞങ്ങളുടെ ഇല്ലായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ അടുത്ത പാർട്ടിൽ. ബായ്.